ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് രഘുവേട്ടനോട് സംസാരിച്ചേ പറ്റൂ. പറ്റില്ല. ഐ ആം റിയലി സോറി. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ആരോടും ഓഫർ ചെയ്യാറില്ല. അല്ല, ഈ അന്വേഷണം എന്തിനാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ നാളെ മുതൽ ജീവന്റെ കൂടെ ആയിരിക്കും, JRന്റെ കൂടെ. എന്താ സർ? ചതിച്ചവനെ തിരിച്ചു ചതിക്കണം, കൂടെ നിന്ന് തന്നെ ചതിക്കണം. എന്റെ കുടുംബം, എന്റെ സുജാത, എന്റെ നിത്യമോള്, അവരെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് പറ്റണമെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റണം. അതിനുവേണ്ടി അവന്റെ കൂടെ എനിക്ക് നിന്നേ പറ്റൂ. പിന്നെ ഞാൻ ഈ ഉദ്ദേശത്തോടെയാണ് അവന്റെ കൂടെ നിൽക്കുന്നതെന്ന് ഒരിക്കലും അവൻ അറിയരുത്. അതുപോലെ സുജാതയും നിത്യം ഹരിയും ആരും അറിയരുത്. നീ എന്നോട് സത്യം ചെയ്യണം. JRന്റെ തകർച്ച പൂർണ്ണമാകുന്നത് വരെ ഞാനും നീയും സംസാരിച്ചത് ഈ ലോകത്ത് ആരും അറിയില്ലെന്ന് സത്യം ചെയ്ത് താ ശരവണ. അമ്മ, അന്ന് ജീവൻ സാറുടെ ഓഫീസിൽ ചാനലുകാരെല്ലാം വന്നില്ല. അപ്പോ രഘു സാറ് ഏതോ അബദ്ധം കാണിച്ചെന്ന് നീങ്കെല്ലാം നനച്ചില്ല. അത് അബദ്ധമല്ലേ, അതല്ല അവര് കരുതിക്കൂട്ടി പണിയത്. അതിനാലെ താൻ ഇപ്പൊ പെരിയ പ്രശ്നം നടക്കരുത്. അമ്മ, രഘു സാർ പാവമ്മ. എൻ കടവുളാണ് സത്യ, ഒരു പാവം. അമ്മേ, എനിക്ക് തെറ്റുപറ്റിയത്. രഘുവേട്ടൻ ഒരു കാര്യം പോലെ എന്നോട് ഒളിച്ചു വെക്കില്ലെന്ന് ഞാൻ കരുതി. അമ്മ, ജീവസാർക്കിட்ட ഇருந்து இந்த കുടുംബത്തെ രക്ഷിക്കാൻ അവർ ഇപ്പടിയെല്ലാം ചെയ്തു താനാകണം. നീങ്ക അവരെ തെറ്റിദ്ധരിച്ചപ്പോഴല്ല അവരെ കണ്ണ് കലങ്ങിയത്, മനസ്സ് കലങ്ങിയത്, അതെല്ലാം നാം പാത്തമ്മ. அந்த സാർ പാവമ്മ. അമ്മേ, ശരവണ്ണ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അച്ഛൻ ചെയ്തത് നല്ല കാര്യ. പക്ഷെ ജീവൻ എന്തെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ അച്ഛൻ കൂടെ നിന്ന് ചതിക്കാണെന്ന് തോന്നിയ அதுக்கு முன்னாடி ஜீவ சார் ஜெயிலுக்குள்ள போயிடும் அம்மா. அதுக்கு வேண்டதெல்லாம் ரகு சார் பண்ணி வச்சிருக்கு. அம்மா, அம்மா, ஹலோ ஹலோ, ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു രഘുവേട്ടന്. പലപ്പോഴും ഞാൻ ആക്ഷേപിച്ചു. അതൊന്നും സാരില്ല അമ്മേ. നമ്മൾ പറയാറില്ലേ, അമ്മയും ഞാനും ഒരേ തോണിയിലെ യാത്രക്കാരാണെന്ന്. എന്റെ മാറ്റം എന്താണെന്ന് ഹരിക്ക് മനസ്സിലായില്ല. അച്ഛന്റെ മാറ്റം എന്താണെന്ന് അമ്മയ്ക്കും. അച്ഛൻ തിരിച്ചു വരും അമ്മേ. അമ്മയുടെ സങ്കടങ്ങളൊക്കെ തീരും. വരട്ടെ. രഘുവേട്ടൻ അദ്ദേഹത്തിന്റെ കടമയാണ് ചെയ്തത്. കുടുംബം രക്ഷിക്കുക എന്ന കടമ. സോറി രഘുവേട്ടൻ, സോറി. അമ്മേ, നിൽക്ക്. നിന്റെ അച്ഛനെവിടെ?
അച്ഛൻ എവിടെയെന്ന്? അമ്മ ചോദിച്ചതിനെന്താ മറുപടി പറയാത്തെ? എന്തിനാ അച്ഛനിപ്പോ കണ്ടിട്ട്? അച്ഛൻ എന്റെ കൂടെ നിൽക്കുന്നതിന് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായിട്ട് കാണുന്നവരാ നിങ്ങൾ. നിങ്ങൾ അച്ഛൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. അമ്മേ, അച്ഛനോട് അറപ്പും വെറുപ്പാടുന്ന മുഖത്തൊക്കെ പറഞ്ഞ ആളുകളെ ഒരു കാരണവശാലും അന്വേഷിക്കേണ്ട കാര്യമില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ജീവനെ കൊണ്ട് പറ്റില്ലല്ലോ. രഘുവേട്ടൻ എവിടെയാണെന്ന് പറയാ. എനിക്ക് രഘുവേട്ടനെ ഒന്ന് കാണണം. ഇവിടെ ഇല്ല, ദൂരെയാണെങ്കിലും എനിക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കണം. മിസ്റ്റർ രഘു, എന്റെ അച്ഛൻ JR അസോസിയേറ്റ്സിന്റെ ചില കമ്പനി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്റ്റേറ്റിലാണ്. മറ്റൊരു സ്റ്റേറ്റിലോ? അവിടെ എന്താ ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അമ്മ എന്നെ കളിയാക്കുവാണോ? എനിക്കെങ്ങനെ അറിയാൻ എന്റെ കാര്യം? അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ നമ്പറുകളൊന്നുമില്ലേ? എനിക്കറിയില്ല. പിന്നെ ആർക്കാണ് അറിയാവുന്നത്? ആരെയാണെന്ന് വെച്ചാ നീ വിളിക്ക്. എനിക്ക് രഘുവേട്ടനോട് സംസാരിച്ചേ പറ്റൂ. പറ്റില്ല. ഐ ആം റിയലി സോറി. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ആരോടും ഓഫർ ചെയ്യാറില്ല. അല്ല, ഈ അന്വേഷണം എന്തിനാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. പറഞ്ഞതൊക്കെ മറന്നു കളയാനും കോംപ്രമൈസ് ചെയ്യാനാണോ? എന്തിനാണെങ്കിലും നിനക്കെന്താ? ഓഹോ, എനിക്കെന്തിനാണെന്നോ? അമ്മയെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയ അച്ഛൻ എന്റെ കൂടെ നിൽക്കുന്നേ. അപ്പൊ അച്ഛനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പൊ അച്ഛന്റെ ശത്രുക്കളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ചോദിച്ചല്ലേ പറ്റൂ. അമ്മയ്ക്ക് അച്ഛനോട് ശത്രുതയൊന്നുമില്ല. പിന്നീട് ദാമ്പത്യ ജീവിതം ആവുമ്പോ ചില പ്രശ്നങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ തമ്മിലുള്ളതുപോലെ. ഈ ലോകത്തിലെ വിചിത്രമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ദാമ്പത്യം ഏത് നമ്മുടേതാണല്ലോ. എന്തായാലും അല്പം ഒന്ന് ക്ഷമിക്ക്. അന്വേഷിക്കുന്ന ആളെക്കുറിച്ച് പരിപൂർണമായിട്ടുള്ള വിവരം ഞാൻ തരാം. അതിലൊട്ടും കുറവ് വരുത്തില്ല കേട്ടോ. എന്താ അമ്മ ഇത്? നീ അവന്റെ സംസാരം ശ്രദ്ധിച്ചോ? രഘുവേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ വാക്കുകൾക്ക് ഒരു വല്ലാത്ത കനമുണ്ടായിരുന്നു. മധുര നൊമ്പരക്കാറ്റ്